ഇന്ത്യൻ റെയിൽവേയുടെ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. തത്കാൽ, പ്രീമിയം തത്കാൽ എന്നീ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയം മാറിയെന്ന തരത്തിലാണ് പ്രചരണമുണ്ടായത്. എന്നാൽ ടിക്കറ്റ് ബുക്കിംഗ് ഷെഡ്യൂളിൽ അത്തരം മാറ്റങ്ങൾ ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. തത്കാൽ, പ്രീമിയം തത്കാൽ ടിക്കറ്റുകളുടെ ബുക്കിംഗ് സമയം പരിഷ്കരിച്ചതായി അവകാശപ്പെടുന്ന നിരവധി തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ ഓൺലൈനിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി റെയിൽവേ രംഗത്തെത്തിയത്. ഇത്തരം അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്ന് റെയിൽവേ അധികൃതർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. ടിക്കറ്റ് ബുക്കിംഗ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വീഴരുതെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലെ നിയമങ്ങളനുസരിച്ച് ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് യാത്രാ തീയതിക്ക് ഒരു ദിവസം മുൻപ് തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. AC ടിക്കറ്റ് ബുക്കിംഗ്, അതായത് 2A, 3A, CC, EC, 3E യാത്രാ തീയതിക്ക് ഒരു ദിവസം മുൻപുള്ള രാവിലെ 10 മണി 11 മണി സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. നോൺ AC യാത്രയാണെങ്കിൽ യാത്രയ്ക്കുള്ള തത്കാൽ ബുക്കിംഗ് യാത്രാ തീയതിക്ക് ഒരു ദിവസം മുൻപുള്ള രാവിലെ 11 മണി സമയത്ത് ബുക്ക് ചെയ്യാം. തത്കാൽ കോട്ടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിനുകളിൽ മാത്രമേ തത്കാൽ ബുക്കിംഗ് സൗകര്യം ലഭ്യമാകുകയുള്ളൂ. ഒരു PNR നമ്പറിൽ പരമാവധി 4 യാത്രക്കാർക്ക് മാത്രമേ ബുക്കിംഗ് അനുവദിക്കുകയുമുള്ളൂ. യാത്രക്കാർക്ക് IRCTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴി തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. തത്കാലിലും ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ കൺഫേം ടിക്കറ്റ് ഉറപ്പിക്കാൻ മറ്റൊരു ഓൺലൈനിൽ വഴിയുമുണ്ട്. യാത്ര ആരംഭിക്കുന്നതിന് 60 ദിവസം മുൻപ് മുതൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ദിവസം മുൻപാണ് തത്കാൽ ബുക്കിംഗ് ആരംഭിക്കുന്നത്. അവസാന നിമിഷം ട്രെയിൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നവരാണെങ്കിൽ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ ശ്രമിക്കുന്നവർക്കൊരു വഴിയാണ് കറന്റ് ടിക്കറ്റ്. IRCTCയിൽ റെയിൽ കണക്ട് ആപ്പിലും വെബ്സൈറ്റിലും കറന്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ട്രെയിൻ ടിക്കറ്റ് ചാർട്ടിങ്ങിന് ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന ബർത്തുകളിലേക്കാണ് കറന്റ് ബുക്കിംഗ് അനുവദിക്കുന്നത്. യാത്ര പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് തയ്യാറാക്കുന്ന ആദ്യത്തെ ചാർട്ടിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വണ്ടി പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ കറന്റ് റിസർവേഷൻ ലഭിക്കും. നേരത്തെ കറന്റ് ബുക്കിംഗിൽ 10% നിരക്ക് ഇളവുണ്ടായിരുന്നു. 2023 മുതൽ കറന്റ് റിസർവേഷനും സാധാരണ റിസർവേഷന്റെ അതേ തുകയാണ് ഈടാക്കുന്നത്. ആപ്പ് ലോഗിൻ ചെയ്ത് തുറന്ന് എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടതെന്ന് നൽകണം. കറന്റ് ബുക്കിംഗ് ആയതിനാൽ ട്രെയിൻ പുറപ്പെടുന്ന ദിവസമാണ് തീയതിയായി തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന് 2025 ഫെബ്രുവരി 26 ടിക്കറ്റ് വേണ്ടതെങ്കിൽ പുറപ്പെടുന്ന തീയതിയും സമാനമായിരിക്കണം. ഇവ നൽകി ലഭ്യമായ ട്രെയിനുകൾ തിരയാം. തിരഞ്ഞെടുത്ത ദിവസം ഈ റൂട്ടിലുള്ള എല്ലാ ട്രെയിനുകളുടെ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. വേണ്ട ട്രെയിനിന്റെ ആവശ്യമായ ക്ലാസ് സെർച്ച് ചെയ്യുക. ലഭ്യമായ ട്രെയിനുകളിൽ കറന്റ്ലി അവൈലബിൾ എന്ന രീതിയിൽ ടിക്കറ്റുകൾ ലഭ്യമാകുകയും ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.